നമസ്കാരം. രാഷ്ട്രീയക്കാർക്ക് വേണ്ട ഏറ്റവും വലിയ സവിശേഷത വിമർശനത്തോടുള്ള സഹിഷ്ണുതയാവണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വിമർശനം സ്വാഭാവികമാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ട മാതൃക യശശരീരനായ കെ കരുണാകരനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. കെ കരുണാകരനെതിരെ എന്തെല്ലാം വിമർശനം ഉയർന്നാലും അദ്ദേഹം കുലുങ്ങുമായിരുന്നില്ല. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. വിമർശിക്കുന്നവരെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവർക്കെതിരെ പ്രതികാര നടപടിക്ക് ശ്രമിച്ചിട്ടില്ല. മോദി ആവട്ടെ തനിക്കെതിരെയുള്ള ഒരു വിമർശനവും ഒരിക്കലും ഗൗനിക്കാറില്ല. പറയാനുള്ളവർ പറയട്ടെ, ചെയ്യാനുള്ളത് താൻ ചെയ്യും എന്ന പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് മോദിയുടേത്. ഇതിൽ ശരിതെറ്റുകളുണ്ടാവാം. എന്നാൽ വിമർശിക്കുന്നവരോട് പക വീട്ടുന്നത് രാഷ്ട്രീയക്കാർക്ക് ചേരുന്ന രീതിയല്ല എന്ന് നേതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് ഉചിതമാണ്. പിണറായി വിജയനെ പോലുള്ള നേതാക്കന്മാർ ആരെങ്കിലും വിമർശിച്ചാൽ അവരോട് പക തീർക്കാൻ ഏതറ്റം വരെ പോകുന്നത് നമ്മൾ കാണുന്നതാണ്. അത്തരത്തിലുള്ള ഒരു നേതാവാണ് BJPയുടെ മുൻ പ്രസിഡന്റായ കെ സുരേന്ദ്രൻ. ഒരു തരത്തിലുള്ള വിമർശനവും അംഗീകരിക്കാനോ സഹിക്കാനോ സുരേന്ദ്രന് മനസ്സില്ല. BJPക്കും RSSനുമൊക്കെ അനുകൂല നിലപാടെടുക്കുന്നവരെ പോലും സുരേന്ദ്രനെ വിമർശിച്ചു എന്ന പേരിൽ ഒറ്റപ്പെടുത്താനും പരിഹസിക്കാനും സുരേന്ദ്രന് വിരുദ്ധാണ്. BJPയെയും RSSനെയും കടന്നാക്രമിക്കുന്നവരോട് പോലും വിട്ടുവീഴ്ച ചെയ്യുന്ന സുരേന്ദ്രൻ തന്നെ വ്യക്തിപരമായി ചെറുതായി വിമർശിക്കുന്നവരോട് പോലും പക വീട്ടിക്കൊണ്ടിരിക്കും. സുരേന്ദ്രൻ ഇത്തരം പകവീട്ടലിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സംഘപരിവാറിനെയും BJPയെയും പ്രതിസ്ഥാനത്ത് നിർത്തി നിരന്തരം അവഹേളിക്കുന്ന മീഡിയ വണിനെയും റിപ്പോർട്ടറേയും പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെയാണ് എന്നത് വളരെ വിചിത്രമായ സംഗതിയാണ്. അതിന് പ്രധാന കാരണം വിളയാതെ മൂത്തതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നേതാക്കളിൽ പ്രധാനി അല്ലാതിരുന്നിട്ടും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ അയ്യപ്പ ഭക്തർക്കിടയിൽ തരംഗമായി മാറിയതിൻ്റെ തുടർച്ചയാണ് സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത്. മറുനാടനും ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തർക്ക് അനുകൂലമായ നിലപാടെടുത്തപ്പോൾ സ്വാഭാവികമായും ആ സമരത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നയാളെന്ന നിലയിൽ സുരേന്ദ്രൻ സൂപ്പർ ഹീറോയാവുന്നു. ആ സമയത്തുണ്ടായ സുരേന്ദ്രൻ വൈബാണ് BJP സംസ്ഥാന പ്രസിഡന്റായി പരിഗണിക്കപ്പെടാൻ പോലും യോഗ്യതയില്ലാതിരുന്ന സുരേന്ദ്രനെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ പദവിയിലെത്തിയതിനു ശേഷം സുരേന്ദ്രൻ പിണറായി വിജയനെ പോലെ തൻ്റെ പദവി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ സ്വന്തം പാർട്ടിയിൽ അടിച്ചമർത്താൻ അങ്ങേയറ്റം വരെ പരിശ്രമിച്ചു. ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ പകയോടുകൂടി പ്രവർത്തിച്ചു. സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കളെ ചവിട്ടി പുറത്താക്കിയത് പോലും സുരേന്ദ്രനാണ്. BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരെ പോലും സുരേന്ദ്രൻ വെറുപ്പിച്ചുകൊണ്ടിരുന്നു. BJP നേതാക്കളെക്കാൾ അണികൾക്കിടയിൽ സ്വാധീനമുള്ള വലത് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരെ കള്ളപ്പണിക്കർ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ശ്രീജിത്ത് പണിക്കരെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സുരേന്ദ്രനായിരുന്നു. ചെറിയ വിമർശനങ്ങൾ സഹിക്കാനാവാതെ മറുനാടനെതിരെ അണികളെ കൊണ്ട് സൈബർ ആക്രമണം അഴിച്ചുവിടുകയും വ്യാജൻസ്കറിയ എന്ന് പറഞ്ഞ് നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്യാൻ സുരേന്ദ്രൻ അല്പം പോലും മടി കാണിച്ചില്ല. സുരേന്ദ്രനെ പോലൊരാളുടെ തെറ്റായ നേതൃത്വമാണ് BJPക്ക് അനുകൂലമായ മോദിക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടും അത് മുതലെടുക്കാനോ നിലവിലുണ്ടായിരുന്ന നിയമസഭാ സീറ്റ് നിലനിർത്താനോ പോലും BJPക്ക് കഴിയാതെ പോയത്. ഒടുവിൽ ഫുൾ ടൈം രാഷ്ട്രീയക്കാരെ മാറ്റി രാഷ്ട്രീയത്തെ പ്രൊഫഷണലൈസ് ചെയ്ത് നിഷ്പക്ഷ പ്രവർത്തകരെ കൂടി BJPയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരെ BJP നേതൃത്വം കേരളത്തിൽ നിയോഗിക്കുന്നത്. അതിന് പ്രചോദനമായി മാറിയത് തൃശ്ശൂരിൽ BJP ദേശീയ നേതൃത്വം നടത്തിയ പരീക്ഷണം വിജയിച്ചതാണ്. സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും മാറ്റി നിർത്തി ദേശീയ നേതൃത്വം നേരിട്ട് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുകയും നേരിട്ട് ഇടപെടൽ നടത്തി വിജയിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു മോഡലായിരുന്നു രാജീവ് ചന്ദ്രശേഖരിലൂടെ BJP ദേശീയ നേതൃത്വം പരീക്ഷിച്ചത്. ഇത് സുരേന്ദ്രൻ അടക്കമുള്ള കുത്തിത്തിരിപ്പ് നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായി. രാജീവ് ചന്ദ്രശേഖർക്ക് രാഷ്ട്രീയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടോളും എന്ന പ്രതീക്ഷയിൽ മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്കിടെ രാജീവ് ചന്ദ്രശേഖർ പരാജയമാണ്, സംസ്ഥാന നേതൃത്വത്തോടെ അണികൾക്ക് പ്രതിഷേധമാണ് എന്ന നിലയിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ടർ ചാനലും മീഡിയ വണുമൊക്കെ സൃഷ്ടിച്ചെടുത്തത് സുരേന്ദ്രനെ പോലുള്ളവരുടെ പിന്തുണയോടെയാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാനുള്ള തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മെനയുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ സുരേന്ദ്രൻ വീണ്ടും കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമായി സജീവമായി. ചാനൽ അഭിമുഖങ്ങളൊക്കെ കൊടുത്ത് സുരേന്ദ്രൻ പഴയ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള നീക്കം നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ നേട്ടം കൈവരിക്കുകയും രാജീവ് ചന്ദ്രശേഖർക്ക് വലിയ പിന്തുണ കിട്ടുകയും ചെയ്തതോടെ വീണ്ടും സുരേന്ദ്രൻ കുത്തിത്തിരിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഇന്നലെ മറുനാടനെ ചൊറിഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത്.
സുരേന്ദ്രൻ ഇന്നലെ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. BJPയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബാഹ്യശക്തികളോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല. ഏറ്റവും ഉചിതമായ തീരുമാനമെടുത്ത ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്കും ആദരണീയനായ പ്രധാനമന്ത്രിക്കും ശ്രീ കരമന ജയനും പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ വിജയം ഉറപ്പുവരുത്തിയത്. ശ്രീ VV രാജേഷിനും ശ്രീമതി ആശാനാഥിനും അഭിനന്ദനങ്ങൾ. വ്യാജൻ കറിയമാർക്ക് നല്ല നമസ്കാരം. BJP സംസ്ഥാന നേതൃത്വവും മറുനാടൻ മലയാളിയും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവം പ്രകോപിപ്പിച്ച് ഒരു കുത്തിത്തിരിപ്പ് ലക്ഷ്യമിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു കുറിപ്പുമായി K. സുരേന്ദ്രൻ രംഗത്ത് വന്നത്. അതിന് സുരേന്ദ്രനെ പ്രേരിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു ചെറിയ പോസ്റ്റാണ്. ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞത് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ഒരേ ഒരു പേര് മാത്രമാണ് R. ശ്രീലേഖ, മറ്റൊരു പേരുമില്ലെന്നാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ കാരണം ആ ദിവസങ്ങളിൽ VV രാജേഷിനാണ് മുൻതൂക്കം, ശ്രീലേഖയും പരിഗണനയിലുണ്ട് തുടങ്ങിയ വാർത്തകൾ നമ്മുടെ ചാനലുകളിൽ നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോഴാണ്. ഈ സമയത്ത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം കൃത്യമായി മനസ്സിലാക്കി അവരോട് സംസാരിച്ചതിനു ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ മനസ്സിൽ ശ്രീലേഖ മാത്രമായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്, മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. VV രാജേഷിന് എന്തെങ്കിലും അയോഗ്യത ഉള്ളതുകൊണ്ടല്ല, VV രാജേഷിനോട് മറുനാടൻ എന്തെങ്കിലും പിണക്കമുള്ളത് കൊണ്ടല്ല. എന്നാൽ റിപ്പോർട്ടർ ചാനലിനെയും മീഡിയ വണിനെയും ഒക്കെ പിടിച്ച് VV രാജേഷിനെ ഉയർത്തിക്കാട്ടുന്നത് ഒരു കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അത്തരം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമൊന്നും ഇവിടെ നടക്കില്ല എന്ന് സൂചിപ്പിക്കാനായിരുന്നു എൻ്റെ പോസ്റ്റ്. വാസ്തവത്തിൽ ശ്രീലേഖയെ തിരഞ്ഞെടുക്കാൻ തന്നെയായിരുന്നു സംസ്ഥാന ദേശീയ നേതൃത്വം ആഗ്രഹിച്ചിരുന്നത്. ഇന്നലെ രാവിലെ അന്ന് വരെ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ശ്രീലേഖയാണ്, രാജേഷ് അല്ല എന്ന തരത്തിൽ വാർത്ത കൊടുത്തു. എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ രാജേഷായിരുന്നു. അതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്കിടയിൽ R. ശ്രീലേഖയ്ക്ക് ഒട്ടും പിന്തുണയില്ലാതെ പോയി. രണ്ട്, രാഷ്ട്രീയ പരിചയമില്ലാത്ത ശ്രീലേഖ ആദ്യമായി കിട്ടിയ കോർപ്പറേഷൻ മേയർ പദവിയെ രാഷ്ട്രീയമായി ഗുണമുണ്ടാക്കുന്ന തരത്തിൽ ഉപയോഗിക്കുമെന്ന ആശങ്ക ശക്തമായി. ഈ പശ്ചാത്തലത്തിൽ എല്ലാ മാധ്യമങ്ങളുടെയും പ്രവചനം അട്ടിമറിച്ചുകൊണ്ട് രാജേഷ് മേയറാകുന്നു. ഇന്നലെ രാവിലെ രാജേഷ് അല്ല ശ്രീലേഖയാണ് മേയർ എന്ന് പറഞ്ഞ ഒരു മാധ്യമത്തെയും പരാമർശിക്കാതെ മറുനാടനെ മാത്രം പരാമർശിക്കണമെങ്കിൽ, വ്യാജൻ കറിയ എന്ന് വിളിച്ച് പരിഹസിക്കണമെങ്കിൽ എത്രമാത്രം പകയും വിരോധവും ഈ സുരേന്ദ്രന് മറുനാടനോടുണ്ടെന്ന് ഓർക്കണം. വാസ്തവത്തിൽ അർഹതയില്ലാത്ത സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നതിന് കാരണമായ സുരേന്ദ്രൻ വൈബ് സൃഷ്ടിക്കാൻ നിർണായകമായ പങ്കുവഹിച്ചതിന് പ്രതിഫലമാകാം ഇത്. VV രാജേഷോ R. ശ്രീലേഖയോ ആര് തിരുവനന്തപുരം മേയറായാലും അത് മറുനാടിനെ ബാധിക്കുന്ന വിഷയമല്ല. മാത്രമല്ല, രാജേഷിനെ കുറിച്ച് മറുനാടിന് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. രാജേഷിനെ രാഷ്ട്രീയ പരിചയം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഞങ്ങൾ. രാജേഷും മറുനാടനും തമ്മിൽ ഒരു കാലത്തും ഒരു ഭിന്നതയും ഉണ്ടായിട്ടില്ല. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുരേന്ദ്രന്റെ അനിഷ്ടം പേടിച്ച് രാജേഷ് ഒരു അകലം പാലിച്ചിരുന്നു എന്നല്ലാതെ മറുനാടിനെതിരെ ഒരു നിലപാടും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജേഷ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയവുമല്ല. മാത്രമല്ല, ഒരുപക്ഷെ ശ്രീലേഖയേക്കാൾ BJPക്ക് ഗുണമാവുന്നത് രാജേഷാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശ്രീലേഖ ഒരുപക്ഷെ മികച്ച മേയറായി വരാം, എന്നാൽ അത് BJPക്ക് ഗുണമാകുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ BJP നേതൃത്വം അവർക്ക് ഗുണകരമായ ഒരു തീരുമാനമെടുത്തതിൽ അസ്വസ്ഥതപ്പെടേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ശ്രീലേഖയെ തിരുവനന്തപുരം മേയറാക്കിയേക്കാം എന്ന് ഞങ്ങൾ ആർക്കും വാക്കു കൊടുത്തിട്ടുമില്ല. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. BJP സംസ്ഥാന നേതൃത്വം നൽകിയ സൂചനയനുസരിച്ച് രാജേഷ് ആയിരിക്കില്ല, ശ്രീലേഖയായിരിക്കും മേയർ എന്ന് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക താല്പര്യവും അതിലില്ല. എന്ന് മാത്രമല്ല, കരമന അജിത്തിനെ പോലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആഴത്തിൽ ബന്ധമുള്ളവരെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഇതൊക്കെയാണ് വാസ്തവമെങ്കിലും സുരേന്ദ്രൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിറങ്ങണമെങ്കിൽ എത്രമാത്രം അസ്വസ്ഥത സുരേന്ദ്രൻ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് ഓർക്കണം. അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു, എന്നിട്ടും നായയ്ക്ക് പെറുപെറുപ്പ് എന്ന പഴഞ്ചൊല്ലാണ് സുരേന്ദ്രൻ്റെ ഈ മുറുമുറുപ്പ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പ്രസിഡന്റ് പദവി പോവുക മാത്രമല്ല, പകരം ഒരു പദവി ലഭിച്ചുമില്ല സുരേന്ദ്രൻ ഓർക്കണം. കുമ്മനം രാജശേഖരനും ശ്രീധരൻ പിള്ളയും അടക്കമുള്ളവർക്ക് പ്രസിഡന്റ് പദവി പോയപ്പോൾ പകരം ഗവർണർ പദവി കിട്ടിയതാണ്. സുരേന്ദ്രൻ ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്ന് ഇങ്ങനെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോകുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലം പോലും സുരേന്ദ്രന് ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ BJPയുടെ വിജയ സാധ്യത ഇല്ലാതാക്കാൻ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പ് നടത്തുക, നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി BJPയുടെ വിജയ സാധ്യത ഇല്ലാതാക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്ത് ആശ്വാസം കൊള്ളാൻ കഴിയാത്ത സുരേന്ദ്രൻ ഇങ്ങനെ കിടന്ന് പെറുപിറുക്കുന്നതിൽ ഞങ്ങൾക്കൊരു അസ്വസ്ഥതയും ഇല്ല എന്ന് തുറന്നു പറയട്ടെ.